സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തിരുമേനി പറഞ്ഞതുപോലെ രാധിക വരുണിന് വേണ്ടിയിട്ട് ഒരിക്കലെടുത്ത് പൂജാമുറിയിൽ പ്രാർത്ഥനയും കർമ്മങ്ങളുമായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇതേസമയം മുത്തശ്ശിയാണെങ്കിൽ അതിരാവിലെ നേരത്തെ കുളിച്ച് റെഡിയായി പ്രിയങ്കയെ വിളിക്കാനായിട്ട് റൂമിലെത്തുവാണ് കേട്ടോ. ഈ സമയം റൂമിലെത്തുന്ന മുത്തശ്ശി കാണുന്നത് കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന പ്രിയങ്കേനെ ആയിരിക്കും. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പ്രിയങ്കയ്ക്കിട്ട് പണി കൊടുക്കാനായിട്ട് പ്രിയങ്കയെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിക്കുക. എനിക്ക് മോളെ, പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നോ? കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, മോള് വേഗം കുളിച്ച് റെഡിയായിട്ട് അമ്പലക്കുളത്തിൽ പോയി മുങ്ങി കുളിച്ചിട്ട് വാ. അങ്ങനെ അതെല്ലാം കിട്ടി ദേഷ്യത്തിൽ നിൽക്കുവാണ് കേട്ടോ പ്രിയങ്ക. വേറെ വഴിയില്ലാതെ പറഞ്ഞതുപോലെ തന്നെ സാരിയൊക്കെ മുങ്ങി കുളിച്ച് പുറത്ത് നിൽക്കുവാണ് കേട്ടോ പ്രിയങ്ക. പ്രിയങ്കക്കാണെങ്കിൽ തണുത്ത് വരച്ചിട്ടും വയ്യ. ഈ അതിരാവിലെ തന്നെ മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് ഇവരുടെയൊക്കെ ഓരോ ഏർപ്പാട്. ഇവരുടെ ഐശ്വര്യത്തിനും സന്തോഷത്തിനുമൊക്കെ വേണ്ടി ഞാൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പൂജ ചെയ്യുന്നത്? ഓരോരോ വേഷം കെട്ടലുകൾ തന്നെ. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പിറുപുറത്ത് നിൽക്കുന്നതൊക്കെ മുത്തശ്ശി കേൾക്കുവാണ്. ഓരോ ദിവസം കഴിയുന്നവരും മുത്തശ്ശിക്ക് പ്രിയങ്കയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായിക്കൊണ്ടിരിക്കുവാണ്ടോ. ഇത്രയും വലിയൊരു വിഷപ്പാമ്പിനെയാണല്ലോ താനും പത്മിനിയൊക്കെ ഇത്രയും നാൾ തലയെ കൊണ്ട് എടുത്തു വെച്ച് നടന്നേന്നോർത്ത് മുത്തശ്ശിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമൊക്കെ തോന്നുവാണ്. പിന്നീട് കാണിക്കുന്നത് പുറത്ത് നിൽക്കുന്ന ജയഭാരതിയമ്മ പെട്ടെന്ന് ഔട്ട് ഹൗസിൽ നിന്ന് രാധിക കീർത്തനം പാടുന്നത് കേൾക്കുവാണ്. അങ്ങനെ ആ ഒരു പാട്ട് കേട്ട് ജയഭാരതിയമ്മ പതിയെ ഔട്ട് ഹൗസിൻ്റെ ജനലിലൂടെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് പൂജാമുറിയിൽ നിന്ന് ഭഗവാന് മുമ്പിൽ കീർത്തനവും പാടിക്കൊണ്ടിരിക്കുന്ന രാധികയാണ് കേട്ടോ. രാധികയുടെ വരന് വേണ്ടിയിട്ട് അനുഷ്ഠിക്കുന്ന പൂജകളും രാധികയുടെ ഭക്തിയും പ്രാർത്ഥനയൊക്കെ കണ്ട് ജയഭാരതിയമ്മക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. എന്താണെങ്കിലും എൻ്റെ വരണിൻ്റെ സെലക്ഷൻ ഒട്ടും തെറ്റിയിട്ടില്ല. ഈ കുടുംബത്തിന് യോജിച്ച പെൺകുട്ടിയെ തന്നെ അവൻ സ്നേഹിച്ചതും താലി കെട്ടിയതുമൊക്കെ രാധികമോൾ തന്നെയായിരുന്നു ഈ വീട്ടിലെ മരുമകളായിട്ട് കയറി വരേണ്ടിയിരുന്നത്. ആ പ്രിയങ്കയ്ക്ക് പകരം എന്താണെങ്കിലും വരണിൻ്റെ ആഗ്രഹം ഞാൻ നടത്തി കൊടുത്തിരിക്കും. ഈ പൂജയൊക്കെ കഴിയട്ടെ. പിന്നീട് കാണിക്കുന്നത് പുറത്തു വന്ന് നിൽക്കുന്ന ശരത്തിനെ ആ ഡയറക്ടറിനെ ഒക്കെ ആണ് കേട്ടോ. അവരെ പ്രിയങ്കയെ കാത്തു നിൽക്കുവാണ്. അങ്ങനെ പ്രിയങ്ക ശരത്ത് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ആരുടെ ശ്രദ്ധയപ്പെടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ശരത്തിൻ്റെ അരികിലേക്ക് എത്തുവാണ്. ഈ സമയം ശരത്താണെങ്കിൽ പ്രിയങ്കയോട് ദേഷ്യപ്പെടുക. അല്ലെങ്കിലും എല്ലാ കാര്യത്തിലും എങ്ങനെയാണ് പ്രിയങ്ക ലാസ്റ്റ് എത്തുമ്പോൾ നീ തന്നെ ഓരോ ഇങ്ങനെ ഒഴിവ് പറയും. ഇനിയിപ്പം നമ്മൾ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല. അന്നേരം പ്രിയങ്ക വരണേ, ശരത്തെ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ അവർ തമ്മിൽ സിനിമയുടെ കാര്യത്തിനെക്കുറിച്ചും പൈസയുടെ കാര്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേസമയം ചന്ദ്രശേഖരനാണെങ്കിൽ ഉർവശിയും ഗൗരവമായിട്ട് പ്രിയങ്കയെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രശേഖരൻ പറയണേ, അമ്പലത്തിൽ അവൾ പൂജ അനുഷ്ഠിക്കാൻ പോയതിനു ശേഷം അവൾ അതിൽ നിന്നും ജീവനോട് തിരിച്ചു വരാൻ പോകുന്നില്ല. പ്രിയങ്ക എന്ന ചാപ്റ്റർ അതോടെ തീരാൻ പോകുവാണ്. അങ്ങനെ അതൊക്കെ കേട്ട സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് ഗൗതമും ഉർവശിയും ഒക്കെ. പിന്നീട് കാണിക്കുന്നത് പൂജയുടെ അവസാന ദിവസം അമ്പലത്തിൽ പോയിരുന്ന് രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് ചെയ്യാനായിട്ട് രാധിക അമ്പലത്തിലിരിക്കുന്നതാണ്. രാധികയാണെങ്കിൽ ആരുടെയും കണ്ണിൽപ്പെടാതെയാണ് അമ്പലത്തിലെത്തുകയും അവിടെ ഇരുന്ന് വരന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതേസമയം പ്രിയങ്കയും അമ്പലത്തിൽ വരുന്നുണ്ട്. പ്രിയങ്കയെ ഇല്ലാതാക്കാനായിട്ട് ഗൗതം അയച്ച ആളുകളും അവരുമൊക്കെ അമ്പലത്തിലെത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോയിലാണെങ്കിൽ പ്രിയങ്ക കണിമംഗലം വിട്ട് കത്തെഴുതി വെച്ച് ഇറങ്ങിപ്പോയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കമ്മിങ് സൂൺ പ്രൊമോ റിവ്യൂ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോയും കൂടി കാണണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്